ഡി കെ പ്രൊഡക്ഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. മൈ ലൈഫ് മൈ മൂവി, എൻ്റെ സിനിമയും എൻ്റെ ജീവിതവും. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നമ്മുടെ എന്ത് കണ്ടൻറ്റാണ് പങ്കുവെക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ചാനലിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ ഈ ഡ്രീംസ് കേരള എന്ന് പറയുന്ന എൻ്റെ ഈ ഒരു ചാനൽ തുടങ്ങാനുള്ള കാരണമാണ് നമ്മൾ നിങ്ങളുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്നത്. കാര്യം ഒരുപാട് ആൾക്കാർക്ക് നെഗറ്റീവാണ്, ഇഷ്ടമല്ല. പക്ഷേ എങ്കിൽ തന്നെയും പല ആൾക്കാരും ഇപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട്. പല പല കണ്ടൻറ്റും പല ജീവിതാനുഭവവും അല്ലെങ്കിൽ വർക്കിൻ്റെ എക്സ്പീരിയൻസും ആ ഒരു രീതിയെല്ലാം വെച്ചിട്ട് പല ആൾക്കാരും വിളിക്കുന്നുണ്ട്. അവരുടെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് ആൾക്കാരില്ല എങ്കിലും ഒരു 10 പേര്. അപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങാനുള്ളതിൻ്റെ കാരണമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4 വർഷമായെന്ന് തോന്നുന്നു. കാര്യം കോവിഡിന് മുന്നാണ്, കറക്റ്റ് എനിക്കറിയില്ല. കോവിഡിന് മുന്നായിട്ടാണ്, എന്തായാലും ഒരു കൊല്ലം മുന്നെയാണെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറിയൊരു വീട് വെച്ചു. അതായത് ഒരു 5 സെൻറ്റ് നിലം, അതായത് വയൽ, വെള്ളമാണ്, ഫുള്ള് മുട്ടറ്റം വെള്ളമാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഭവനം എനിക്ക് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാമ്പത്തികമായി ഒന്നുമില്ല. 2 വീട്ടുകാരും കുറച്ച് ബാധ്യതയിലാണ്, ചെറിയ ഫാമിലീസാണ്. അപ്പോൾ വലിയ ഹെൽപ്പൊന്നും ആരുടെയും കയ്യിലില്ല. പക്ഷേ എങ്കിലും ഈ ഒരു വെള്ളക്കുഴി, അതായത് ഒരു കണ്ടം വാങ്ങുക എന്ന് പറയുമ്പോൾ നമുക്ക് റേറ്റ് വളരെ കുറവായിരിക്കും. അങ്ങനെ എന്തായാലും അത് വാങ്ങിയിട്ടതിന് ശേഷം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിനൊരു പഞ്ചായത്തിലൊരു ആപ്ലിക്കേഷൻ കൊടുത്തു. എന്തായാലും അവരൊരു ലൈഫിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എനിക്കൊരു പെര അനുവദിച്ചു. അപ്പോൾ ഞാനും ഏകദേശം 12ൻ്റെ പണിയാണ് എനിക്ക്. ഞാൻ സിനിമ ഒന്നും അന്ന് തുടങ്ങിയിട്ടില്ല. കലാജീവിതമുണ്ട്, 12ാമത്തെ വയസ്സിൽ തുടങ്ങിയാണ്. പക്ഷേ ഒരുപാട് ഇതിന് മുന്നേ ഞാൻ സ്റ്റോറി ചെയ്തിട്ട്, WD+ൻ്റെ സ്റ്റോറി ചെയ്തിട്ട് ഞാൻ ഒരുപാട് ഓടി നടന്നു. പല പ്രൊഡ്യൂസർമാരും കളിയാക്കി, ഇൻസൾട്ട് ചെയ്തൊക്കെ വിട്ടു. അപ്പോൾ അതിനുശേഷം എന്തെങ്കിലും ഒരു നാൾ എൻ്റെ കയ്യിൽ ഫണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യാം. അപ്പോഴേ പല ആൾക്കാരും സിനിമയുമായിട്ട് മോഹിച്ച് നടക്കുന്ന ആൾക്കാരെ ഞാൻ ഇതിനിടയ്ക്ക് കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. പക്ഷേ ഇതിനിടയ്ക്ക് പറഞ്ഞു പോകുന്ന സംഭവമാണ് കേട്ടോ. അങ്ങനെയാണത്. അങ്ങനെ ഞാൻ വീടൊക്കെ വെച്ചതിന് ശേഷം പന്തലുപണിയാണല്ലോ, ഒരു 2-3 വർഷം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വീട് എങ്ങനെയെങ്കിലും വെച്ചത്. കാര്യം പഞ്ചായത്തിൻ്റെ പൈസ കൊണ്ട് മാത്രം ഈ വയൽ നികത്തി വീട് വെക്കാനൊക്കത്തില്ല. 12 പണി അതിൻ്റെ പേരിൽ രാവും പകലും കിടന്ന് പണിയൊക്കെ ചെയ്തു. കുറേ ഫണ്ടുകളൊക്കെ എങ്ങനെയെങ്കിലും കളക്ട് ചെയ്തു. അപ്പോൾ അന്ന് എനിക്ക് സിനിമ എന്ന് പറയുന്ന സംഭവം ഒരു സൈഡ്, ആദ്യം ഒരു വീടാവട്ടെ എന്നുള്ള രീതിയിലാണ് സിനിമയിലേക്ക് ഇറങ്ങുന്നത്. കാര്യം നമ്മുടെ ഫാമിലി സേഫ് ആക്കുക എന്നുള്ളതാണ് ആദ്യം. 2 കുഞ്ഞുങ്ങളുണ്ട്, വൈഫുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വീട് ഉണ്ട്. പക്ഷേ ഒന്നും ഒരു റൂം പോലും സ്വന്തമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അടുക്കള ഭാഗത്തൊക്കെ ആയിരുന്നു നമ്മൾ കിടന്നുറങ്ങിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വീട് വേണം എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം ഒരു വീട് പ്ലാൻ ചെയ്ത്, അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് എനിക്കൊരു വീട് അനുവദിച്ചു. ഞാൻ പണി ചെയ്ത പൈസയും കൂടെ ഒക്കെ ആയിട്ട്, വലിയ വീടൊന്നുമല്ല, കണ്ടത്തിന് നടുക്ക് ഏകദേശം കുറേ പൈസ ചിലവായി. കാര്യം കണ്ടം നികത്തണമെങ്കിൽ ഒരുപാട് പൈസ ആവും. അപ്പോൾ ഞാൻ പണി ചെയ്ത പൈസ മൊത്തം വെള്ളത്തിനകത്തായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഏകദേശം 400-450 സ്ക്വയർ ഫീറ്റുള്ള ഒരു ചെറിയ വീട് ഞങ്ങൾ വെച്ചു. പക്ഷേ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നില്ല. നല്ല ഫണ്ട്, ഏകദേശം ഒരു 4-5 ലക്ഷം രൂപ അഡീഷണൽ നമുക്ക് കടം വന്നു. പ്രവാസോലിയും കാര്യങ്ങളൊക്കെ വെച്ചു. പക്ഷേ തുച്ഛമായ ഫണ്ടേ നമുക്ക് കിട്ടിയുള്ളൂ. കാരണം നമ്മൾ ചെറിയ ടീമല്ലേ. അപ്പോൾ അതിൻ്റെ പേരിൽ ചെറിയൊരു ഫണ്ടേ കിട്ടുള്ളൂ. ചിലവൊക്കെ കഴിഞ്ഞ് ഏകദേശം കടം, 4 സൈഡിലും കടമാണ്. ഈ കടത്തിൻ്റെ പുറകിലാണ് തീർച്ചയായിട്ടും കോവിഡും കൂടെ കയറി വരുന്നത്. ഈ കോവിഡ് കൂടെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് സത്യം പറഞ്ഞാൽ ബ്ലോക്കായി. കാര്യം പന്തൽ പണിയില്ല, കല്യാണമില്ല, ഒരു ജോലികളുമില്ല. വീട് വെച്ച ബാധ്യതയിലാണെങ്കിൽ കട്ടള, ജനൽ, അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും 4 ചുറ്റും ആൾക്കാർ വന്നിരുന്ന് തെറിവിളിയും ബഹളവും, അങ്ങനെയൊക്കെ ഒരുപാട് വിഷമം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് തന്നെ എങ്ങനെയോ സിനിമയിലും ഇച്ചിരി ഈ കോവിഡിൻ്റെ സമയത്ത് ശകലം ഗ്യാപ്പ് കിട്ടിയപ്പോൾ, ഒരു പണിയില്ലാതിരുന്നപ്പോൾ ഞാൻ അങ്ങനെ സിനിമയ്ക്ക് അതിന് മുന്നായിട്ട് സിനിമയുടെ കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് ചർച്ചയുണ്ടായിരുന്നു. അങ്ങനെ ഈ ടൈം കിട്ടിയപ്പോഴത്തേക്കും ഞങ്ങൾ സിനിമയിലേക്ക് ഇറങ്ങിപ്പോയ ടൈമും കോവിഡ് വന്ന ടൈമും എല്ലാം, വീട് വെച്ച ടൈമും എല്ലാം നമ്മുടെ കഷ്ടകാലം വരാനിരിക്കുന്നതെന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ തലയ്ക്കായിപ്പോയി. അതിനുശേഷം കടം വന്നപ്പോഴത്തേക്കിന് പന്തലിൻ്റെ ഫുള്ള് സാധനങ്ങൾ കൊടുത്ത് കാശ് മേടിച്ചു. കാര്യം കടക്കാർ കുറച്ചെങ്കിലും പിടിച്ചു നിർത്താൻ. കടക്കാരെ കുറച്ച് പിടിച്ചു നിർത്തി. അതിനുശേഷം വീണ്ടും ആൾക്കാർ പ്രശ്നങ്ങളാണ്, കടവും ബഹളവും, വീണ്ടും തെറിയൊക്കെ, മാനസികമായിട്ടൊക്കെ ഭയങ്കര പ്രയാസം. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഒരു ഗതിയില്ലാതിരുന്നപ്പോഴാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. അല്ല, എനിക്ക് തോന്നുന്നു ഈ കോവിഡിന് മുന്നായിട്ട് തന്നെ ആണെന്ന് തോന്നുന്നു ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കൂടുതലും കോവിഡിൻ്റെ ടൈമിലാണ് ഞാൻ യൂട്യൂബിലേക്ക് കൂടുതലും വന്നിട്ട് എല്ലാവരും വീഡിയോ ഇടുന്നു. ഞാനും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പണിയൊന്നുമില്ല, പെട്ടെന്ന് രക്ഷപ്പെടും, അല്ലെങ്കിൽ കടമൊക്കെ മാറും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നിങ്ങൾക്കറിയാം, ഒരു കോവിഡ് വന്നിട്ട് ഇപ്പോൾ ഏകദേശം 4 വർഷത്തോളമായെന്ന് തോന്നുന്നു. അപ്പം ആദ്യം ഇട്ടത് വീട്ടിലെ മുറ്റത്തിരിക്കുന്ന ഒരു ചെടിച്ചട്ടിയിൽ കുറേ പൈപ്പൊക്കെ കട്ട് ചെയ്തിട്ട് അതിനകത്ത് എങ്ങനെ ചെടി ഉണ്ടാക്കാം. പിന്നീട് ഈ പറയുന്ന സിനിമയുടെ കണ്ടൻറ്റൊന്നുമല്ല, മതപരമായ കുറേ കാര്യങ്ങൾ, പാർട്ടിപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, നമ്മുടെ സാമൂഹികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ എവിടെയെങ്കിലും ഞാൻ ട്രാവൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ട്രാവലിംഗ് സ്ഥലത്തുള്ള കുറച്ച് വ്ളോഗുകൾ, പിന്നെ കുത്തിയിരുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ജീവിതാനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടു. പക്ഷേ ഒരു തരത്തിലും അതിൻ്റെ ക്വാളിറ്റി, ഇപ്പോൾ നമുക്കൊരു ലൈറ്റ് ഇല്ല, അല്ലെങ്കിൽ നല്ലൊരു മൈക്കില്ല, നല്ലൊരു ഫോണില്ല, ആ രീതിയിലൊക്കെ ചെയ്തു. പക്ഷേ ചാനൽ റീച്ച് ആയില്ല. 2 സിനിമകൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ട് പോലും തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ നല്ല ഗ്രോത്തിങ്ങിലേക്ക് എത്തിയില്ല. കാരണം
നമ്മുടെ യൂട്യൂബ്, നിങ്ങളൊക്കെ യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, തീർച്ചയായിട്ടും യൂട്യൂബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നത് കാര്യം, നമ്മൾ ഏത് കാര്യമാണ് നമ്മുടെ ടീമിന് കൊടുക്കുന്നത് ആ ഒരു കാര്യം മാത്രം ഫോളോ ചെയ്ത് പോവുക. യൂട്യൂബിനും കൺഫ്യൂഷൻ ആവും, നമ്മൾ കാണുന്ന പ്രേക്ഷകനും കൺഫ്യൂഷൻ ആവും. കാര്യം ഇറച്ചിക്കറി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കടയിൽ പരിപ്പേറി പെട്ടെന്ന് വിളമ്പി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് നിങ്ങൾ യൂട്യൂബിൻ്റെ വീഡിയോ, ടെക്പരമായിട്ടുള്ള വീഡിയോകളൊക്കെ കാണുന്നതായിരിക്കും, ഇതൊരു അനുഭവം മാത്രം പങ്കിടുകയാണ്. അപ്പോൾ എന്തായാലും ചാനലുള്ളത് കറക്റ്റ് ഇന്ന് 10 മണിക്ക് വീഡിയോ ചെയ്താൽ നാളെ എവിടെയെങ്കിലും പോകണമെങ്കിലും നിങ്ങൾക്ക് ഷെഡ്യൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളത് ഇന്ന് ചെയ്ത് വെച്ചിട്ട് ആ ടൈമിൽ നാളെ 10 മണിക്ക് പോകാനുണ്ടെങ്കിൽ പൊയ്ക്കോ, രാത്രിയിൽ നമ്മളത് ചെയ്ത് വെച്ചാൽ കറക്റ്റ് 10 മണിക്ക് അത് റിലീസായിരിക്കും. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ഇപ്പോഴാണ് അത്യാവശ്യം നമ്മുടെ മൂവിക്ക് ഇറങ്ങിയതിന് ശേഷമാണ് തീർച്ചയായിട്ടും അതിൻ്റെ പൂജ, ലൊക്കേഷൻ ഹണ്ടിങ്, ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ സംഗതി, അതിലെ പാട്ടുകൾ, ട്രെയിലറുകൾ, ലാസ്റ്റ് ഔഡി പ്ലസ് ഇറങ്ങി കഴിഞ്ഞിട്ട് ഹൈ ഹോപ്സ്, ലൈം ലൈറ്റ്, സീന, ഈ 3 പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇട്ടു. അതിനുശേഷം എല്ലാവരും കയറി കാണുന്നില്ല, പിന്നെ അത് യൂട്യൂബിലേക്ക് ഇട്ടു. ആ യൂട്യൂബിലിട്ട് കുറച്ചാൾ കഴിഞ്ഞപ്പം പിന്നെ നമ്മുടെ കോളനിയുടെ പ്രോജക്റ്റായി. ആ പ്രോജക്റ്റിൻ്റെ ചർച്ചകളും അതിൻ്റെ പൂജകളും പിന്നീട് അതിൻ്റെ ലൊക്കേഷൻ, അങ്ങനെ കലാപരമായിട്ട് പിന്നീടാണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഈ മറ്റ് കണ്ടൻറ്റുകൾ ഇടുന്ന പരിപാടി ഞാനങ്ങ് നിർത്തി. കാരണം ഈ ആശയക്കുഴപ്പമുണ്ടാക്കും. കാര്യം ഇപ്പോൾ മതങ്ങളെക്കുറിച്ചിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ മതങ്ങളിലുള്ള കുറച്ച് നല്ല ആൾക്കാർ വന്നിട്ട് നമ്മുടെ ഫോളോവേഴ്സായി ഇങ്ങനെ നിൽക്കും. നേരെ മറിച്ച് ഫിലിമിലേക്ക് പോകുമ്പോൾ ഈ മതങ്ങളും ഈ ഫിലിമും ഒക്കെ എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ടീമാണ്, ശത്രുതയാണ്. അപ്പം അവർക്ക് ഇഷ്ടപ്പെടാത്ത കണ്ടൻറ്റായിരിക്കും ഞാൻ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇറിറ്റേഷൻ ആവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ഈ ചാനലുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് എനിക്ക് വീഡിയോ ഇടാൻ, സിനിമയും ഇത്രയും പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ പേരിൽ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ യൂട്യൂബ് നമ്മളെ ബാക്കിലേക്ക് വലിച്ചിട്ട്, അപ്പോൾ കണ്ടിന്യൂസ് വീഡിയോ ഇട്ടെങ്കിൽ മാത്രമേ ഒന്ന് ഗ്രോത്തായി വരത്തുള്ളൂ. ഈ 4 വർഷം കൊണ്ട് ഞാൻ ആകെപ്പാടെ നേടിയത് ഒരു 10,000 സബ്സ്ക്രൈബറിനകത്തേ ഉള്ളൂ. 2 സിനിമ ചെയ്തു, 12ഓളം പാട്ടുകൾ, 4-5 ഷോർട്ട് മൂവികൾ, പിന്നെ പേഴ്സണലായിട്ടുള്ള കുറേ കണ്ടൻറ്റുകൾ, ട്യൂട്ടോറിയൽസ് കണ്ടൻറ്റുകൾ, കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ അവസ്ഥ. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം ഗുണമുണ്ടാകുന്നുണ്ട്. കാര്യം എൻ്റെ പല വിഷമങ്ങളും അല്ലെങ്കിൽ എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളും അല്ലെങ്കിൽ നല്ല കുറച്ച് പാഠങ്ങളും ഒക്കെ പല ആൾക്കാർക്കും ഇതേപോലെ പറയുമ്പോൾ അത് കേൾക്കാനും, പല ആൾക്കാർക്കും സ്നേഹമാണ്, ചില ആൾക്കാർക്ക് ശത്രുതയാണ്. കാര്യം നമുക്കൊരു മനുഷ്യനെ പുറമേ വെച്ച് കാണുമ്പോൾ അവനിലൊന്നും കാണത്തില്ല. അവന് ചിലപ്പോൾ ഒരു പുറംപോളി മാത്രമേ കാണുള്ളൂ. അവനെ ചിലപ്പോൾ നമ്മൾ ഇൻസൾട്ട് ചെയ്യും, ചിലപ്പോൾ അവനെ പല രീതിയിൽ വിമർശിക്കും. പക്ഷേ അവന് ഏതൊരു മനുഷ്യനെ അടുത്തറിയുക, അവൻ്റെ ജീവിതം നമ്മൾ ജസ്റ്റ് ഒന്ന് അറിയാൻ ശ്രമിച്ചിട്ട് പറയുക. അപ്പോൾ അത്രത്തോളം വലിയൊരു സ്ട്രഗിളിൽ നിന്നാണ് നമ്മൾ കടന്നു വന്നത്. നമ്മുടെ ലൈഫ് ഇതുവരെ പറയാൻ തുടങ്ങിയിട്ടില്ല. കാര്യം മൈ ലൈഫ് മൈ മൂവി എന്നാണ് ഞാൻ എൻ്റെ ചാനലിലെ എല്ലാ എപ്പിസോഡും ചെയ്യുമ്പോൾ പറയുന്നത്. കാര്യം എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു കോർണർ മാത്രമാണ് ഞാനിവിടെ ഇപ്പോൾ സൂചിപ്പിച്ചത്. ഈ ചാനലും എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു കണ്ടൻറ് ആയതുകൊണ്ട് ചാനൽ പറഞ്ഞപ്പം ജസ്റ്റ് എൻ്റെ ലൈഫിലെ ചെറിയൊരു സാധനം മാത്രമാണ് പറഞ്ഞത്. അപ്പം മൈ ലൈഫ് എന്നുള്ളതൊരു കണ്ടൻറ് തന്നെയാണ്, അതൊരു വലിയ കണ്ടൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും എൻ്റെ ചാനലിൽ തന്നെ അത് ഞാൻ പറയും. പക്ഷേ അത് കുറേ നാൾ കഴിയണം. കാര്യം നമ്മൾ 2 മൂവി ചെയ്തു, അത് കുറച്ച് ഫ്ലോപ്പായി. ഞാൻ അതുകൊണ്ട് നിർത്താമെന്ന് വിചാരിച്ചാണ്. പിന്നീട് കാര്യം ഒരുപാട് ബാധ്യത ഇപ്പം നിലവിലുണ്ട്. അവസരം കൊടുത്ത ആർട്ടിസ്റ്റുകൾ പോലും തള്ളി പറഞ്ഞു. അപ്പോൾ അത് വിഷമമുണ്ടോയെന്ന് വെച്ചാൽ വിഷമമുണ്ട്, ഒരർത്ഥത്തിൽ അത് വിഷമമില്ല. കാര്യം നമുക്ക് തളരാൻ പറ്റില്ല. കാര്യം നമ്മൾ ഏകദേശം ഒരു 12ാമത്തെ വയസ്സിൽ ഇറങ്ങിയതാണ് കലയ്ക്ക് വേണ്ടി. ഇത്രയും നാളൊക്കെ കൊടുത്ത് ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ നേടിയിട്ട് നമ്മളെടുത്ത് കളഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കാര്യം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഏകദേശം 1 വർഷത്തെ കോഴ്സ് ചെയ്യുന്ന കൂട്ടല്ലല്ലോ. ആദ്യം നമുക്ക് ഈ ഒരു 10-12 വർഷം അല്ല 12ാമത്തെ വയസ്സ് മുതൽ ഇപ്പോൾ ഏകദേശം 39 വയസ്സുണ്ട്. ഇത്രയും നമ്മൾ കലയ്ക്ക് വേണ്ടി നിന്നാണ്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാലും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും നമുക്കറിയാം. നമ്മൾ ഡയറക്റ്റ് സഞ്ചരിച്ച് എല്ലാ കാര്യങ്ങളും കറക്റ്റ് അനുഭവിച്ചിട്ട് വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ രീതിയിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. ചിലപ്പോൾ എൻ്റെ അടുത്തൊരു പ്രോജക്റ്റ് അതിൽ മിക്കവാറും സക്സസ് ആവും, ഈ ഒരു ബാധ്യതകളൊക്കെ മാറും. തീർച്ചയായിട്ടും നല്ലൊരു സ്റ്റാൻഡിൽ കൊണ്ട്, ഇപ്പം 2 മൂവികൾ ഫ്ലോപ്പായെന്ന് പറഞ്ഞ് നമ്മൾ ഇട്ട് കളഞ്ഞു പോയാൽ അതൊരു വിഷമമാണ്, ബാധ്യതയാണ്, വിഷമമാണ്. പക്ഷെ നമ്മൾ തോൽവിയിൽ നിന്നും വളർന്നു വന്നു, ഒരു വർക്ക് ചെയ്തു, അത് സക്സസ് ആക്കി അവനെ അവിടെ സ്റ്റോപ്പ് ചെയ്താൽ നമുക്കത് പറയാം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിലേക്കുള്ളൊരു പരിശ്രമമാണ്. പിന്നീട് ചെറിയ ചെറിയ കണ്ടൻറ്റുകളുമായിട്ട് ഈ ഒരു ചാനൽ മരണം വരെയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി ഒരുപാട് പ്രശസ്തമായ ആൾക്കാരുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഈ ചാനലിൽ വരാനുണ്ട്. പക്ഷേ കുറേ ബാധ്യത, 2 സിനിമ എടുത്ത ബാധ്യത, വീട് വെച്ച ബാധ്യത ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ വല്ലാത്തൊരു സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് ഇപ്പം കടന്നു പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ആയിട്ടൊരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോയി ഞാൻ നല്ല വ്ളോഗ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാമായിരുന്നു. അല്ലെങ്കിൽ നല്ലൊരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്യാമായിരുന്നു. അപ്പോൾ അതൊന്നുമില്ല. ഇപ്പം അത്യാവശ്യം എനിക്കൊരു ചെറിയ ലൈറ്റ് ഇവിടെ ഇരിപ്പുണ്ട്, റിംഗ് ലൈറ്റ്, ഒരു ചെറിയ സ്റ്റാൻഡ് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ഈ 4 ചുറ്റും വെള്ളമാണ് ഇവിടെ, നമ്മുടെ വയലാണ്. ആ വയലിൻ്റെ നടുവിൽ ചെറിയൊരു സെറ്റപ്പിൽ വീട്. പിന്നെ ഇത് നമ്മുടെ സിനിമയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സിനിമയോ അതേപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ചെറിയ മൊമാൻറ്റോകളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതാണ്, ആരെങ്കിലും ഒരു മൊമാൻറ്റോ തന്നായിരുന്നെങ്കിൽ എന്നൊക്കെ. പക്ഷേ ദൈവം ഇത്രയും നാളത്തെ ആ ഒരു കഷ്ടപ്പാട് കൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും പല സ്റ്റേജുകളും ഇപ്പോൾ വിളിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടൻറ്റ് ചെയ്തതുകൊണ്ട് തീർച്ചയായിട്ടും അവർ തരുന്നുണ്ട്.
പിന്നെ ചെറിയൊരു സെറ്റപ്പ് നമ്മുടെ അലങ്കോലപ്പണികളൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് സ്പ്രേ പെയിൻറ്റും കുറച്ച് പരിപാടികളൊക്കെ വെച്ചിട്ട് ചുമ്മാ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഷെയ്ഡ് മാത്രം, ബാക്കി എല്ലായിടവും വൈറ്റ് അടിച്ചിട്ടേക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു പഞ്ചായത്ത് വീടും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ആ യൂട്യൂബിൽ ഒരു യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ പൈസ കിട്ടും, അടിപൊളിയായിട്ട് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ അതൊരു മണ്ടത്തരത്തിൻ്റെ പുറത്ത് തുടങ്ങിയതാണ്. പക്ഷേ കണ്ടിന്യൂസ് വീഡിയോ ഇട്ടായിരുന്നെങ്കിൽ ഏകദേശം ഒരു 1 ലാഖിൻ്റെ മുകളിലേക്ക് നമുക്ക് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും കണ്ടേനെ, വരുമാനം ഒപ്പം കിട്ടി തുടങ്ങിയേനെ. ഞാൻ വരുമാനം കിട്ടാതെ തന്നെ ഞാൻ ഈ ചാനലിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വരുമാനങ്ങൾ വരികയാണെങ്കിൽ അതിൻ്റെ പാതി ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് നമുക്ക് കൂടെ യൂസ് ചെയ്യണം. പകുതി ഫണ്ട് നമുക്ക് ഏതെങ്കിലും വിശക്കുന്നവർക്കുള്ള ആഹാരമായിട്ട് കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഏകദേശം 1 കൊല്ലം മുന്നെയാണ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബറൊക്കെ ആയതേ ഉള്ളൂ, മോണിറ്റേഷനൊക്കെ ആയതേ ഉള്ളൂ. ഇനി തീർച്ചയായിട്ടും നിങ്ങളൊക്കെ കാണുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും റവന്യൂ ഒക്കെ വന്ന് തുടങ്ങും, ബാധ്യതകളൊക്കെ മാറും എന്ന് പൂർണ്ണമായും വിശ്വാസമുണ്ട്. കാര്യം ഈ ഒരു വീഡിയോ കൊണ്ടല്ല, കണ്ടിന്യൂസ് ദൈവം ആയുസ്സും ജീവനും ഒക്കെ തന്നാൽ അപ്പോൾ ഏകദേശം ഒരു 100-500 പേരോളം എൻ്റെ പല പ്രോജക്റ്റിൽ ഞാൻ അവസരം കൊടുത്തിട്ടുണ്ട്, ചെറുതും വലുതുമൊക്കെ ആയിട്ട്. പലരും രക്ഷപ്പെട്ടു പോയിട്ടുമുണ്ട്. അപ്പോൾ തുടർന്നുള്ള ഒരുപാട് വെബ് സീരീസ്, ഷോർട്ട് മൂവികൾ, അതേപോലെ തന്നെ പ്ലാനിലുള്ള 2 സിനിമകൾ ഒക്കെ ഇനി വരാനിരിപ്പുണ്ട്. ദൈവം ഇതെല്ലാം മനസ്സിലുണ്ട്. നാളെ നമ്മൾ കണ്ണു തുറന്നാലേ നമുക്കിതെല്ലാം പുലരുള്ളൂ. എന്തായാലും സർവശക്തൻ അതിന് അനുഗ്രഹിക്കട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ അതിന് അവസരം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും നമ്മളൊക്കെ നാളത്തേക്കുള്ള ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു കിടക്കുന്നവരാണ്. പക്ഷേ നമ്മുടെയൊക്കെ ആയുസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കയ്യിലുമാണ്. അതാണ് ഏറ്റവും വലിയൊരു തമാശ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചാനലിൻ്റെ ഈ ഒരു അവസ്ഥ ഇതാണ്. നല്ല ഹൈപ്പിൽ കയറി പോയേനെ, പക്ഷേ കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ എനിക്ക് ടൈം കിട്ടിയില്ല, സിനിമയുടെയൊക്കെ പുറകിലായി പോകേണ്ടതാണ്. അപ്പോൾ എന്തായാലും എൻ്റെ കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ, എൻ്റെ ശത്രുക്കളും ഉണ്ട്, മിത്രങ്ങളും ഉണ്ട്. അപ്പോൾ ശത്രുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കേട്ട് മനസ്സിലാക്കുക. കാര്യം പല തെറ്റിദ്ധാരണയാണ്. ഒരു മനുഷ്യനെ നമ്മൾ ഒന്നും അറിയാതെ പല കാര്യങ്ങളും പറയും. എല്ലാവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടെന്നേ നമ്മൾ പിന്നെ തുറന്നൊന്നും പറയാത്തതാണ്. എല്ലാവരും അഭിമാനമൊക്കെ പേടിച്ചിട്ട് മസിൽ പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. എന്തുകൊണ്ട് തുടങ്ങി, എന്തിനു വേണ്ടി തുടങ്ങി, എന്താണ് ഇപ്പോൾ അവസ്ഥ നിലവിൽ. ഇപ്പോൾ നല്ല റീച്ച് കിട്ടണമെങ്കിൽ കറക്റ്റ് ടൈമിൽ വീഡിയോ ഇടണം. അപ്പോൾ എന്തായാലും എനിക്ക് കുറച്ച് സബ്സ്ക്രൈബർ, എന്തായാലും ഒരു 1000 പേരെങ്കിലും തീർച്ചയായിട്ടും നമ്മളെ ഇത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ടീമാണ്. അപ്പോൾ എന്തായാലും പറ്റുന്നവർ അടുത്തുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നിങ്ങൾ കമൻറ്റ് ഒന്ന് ഇടാൻ ശ്രമിക്കുക. കമൻറ്റ് ഇട്ടെങ്കിൽ മാത്രമേ എനിക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ളൊരു എക്സ്പ്രഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു മോട്ടിവേഷനായിട്ട് നിങ്ങൾ ആ ഒരു അവസരം എനിക്ക് വരുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതിന് ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ചെയ്യുക. അപ്പോൾ നല്ല കമൻറ്റ് ചെയ്തിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തായാലും നാളത്തെ ഒരു വീഡിയോ നല്ലൊരു വീഡിയോ ചെയ്യണം. എന്തെങ്കിലും പ്രയോജനമുള്ള തരത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൈ ലൈഫ് മൈ മൂവി, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ജീവിതവും നമ്മുടെ മൂവിയാണ് നമ്മുടെ കണ്ടൻറ്റ്. അപ്പോൾ എൻ്റെ ലൈഫിൽ തൊട്ടിട്ടില്ല, ലൈഫിൻ്റെ ഒരു കോർണർ മാത്രമേ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. യൂട്യൂബ് തുടങ്ങാനും ജീവിതമായിട്ടുള്ള ചെറിയൊരു പോർഷൻസ്. അപ്പോൾ എൻ്റെ ലൈഫും തീർച്ചയായിട്ടും ഇതിനകത്തൂടെ വരും. ഇനി ഒരുപാട് കണ്ടൻറ്റുകളും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനിരിപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ വണക്കം.